ചാവക്കാടിന്റെ കടലോരത്ത് കുതിരസവാരിയിലൂടെ വിനോദത്തിനൊരു പുതിയ കുതിപ്പ്. ഒരു പകൽ പടിയിറങ്ങുന്നതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് മാനം ചുവന്നു തൊടുത്തു. കടൽക്കാറ്റിന്റെ കുളിരിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഊർജം നൽകി നവോന്മേഷം നൽകുന്ന അനുഭവം. ശ്രദ്ധയോടെയും കരുതലോടെയും ആസൂത്രണം ചെയ്ത കുതിരസവാരി പരിശീലിക്കുന്നതിന് നിപുണരായ ഉന്നത നിലവാരം പുലർത്തുന്ന പരിശീലകരുടെ സുതാര്യവും സുരക്ഷിതവുമായ പഠനമുറകൾ. ജീവിതത്തിൽ കുതിരസവാരി ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് സവാരിയുടെ മാതൃകകൾ, അതിൻ്റെ തത്വങ്ങൾ, കുതിരയുടെ സ്വഭാവരീതികൾ മനസ്സിലാക്കൽ, കുതിരകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിർദ്ദേശ ശബ്ദങ്ങൾ തുടങ്ങി ബാലപാഠം തൊട്ടുള്ള ഒട്ടനവധി പാഠ്യ രീതികൾ. ഓരോരുത്തരെയും വ്യക്തിഗത ശ്രദ്ധയോടെ കുതിരസവാരി പരിശീലിപ്പിച്ചെടുക്കുന്ന ആധുനിക രീതിയിൽ ഒരിടം. Walking. Hi, my name is Akash. I came from Maharashtra, Nasik district, and I am learning here horse riding in Chavakad, Kerala. And my trainer is a Safar Pro. He is a very good trainer, and all guys came here to learn horse riding course. ആത്മവിശ്വാസം, മാനസിക ഏകാഗ്രത, ശാരീരികാവയവങ്ങളുടെ നിയന്ത്രണം എന്നിവയിലൂടെ കുതിരയുമായി നാം നേടേണ്ടുന്ന ഒരാത്മബന്ധം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിലൂടെയുള്ള കുതിരസവാരി പരിശീലനത്തിന് ഒരു പുതിയ കേന്ദ്രം. കുട്ടികളിൽ നിന്നും തുടങ്ങി മുതിർന്നവരിൽ വരെ ഓരോരുത്തർക്കും അനുയോജ്യ മാതൃകയിലുള്ള കുതിരസവാരി പരിശീലനം. എൻ്റെ പേര് സഫർ, തൃശ്ശൂരാണ് സ്ഥലം. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കല്യാണം, ഇവൻറ്റ്സ്, പിന്നെ അതുപോലെ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ അതിന് കുതിരകളാണ് അണിയിച്ചൊരുക്കി കൊണ്ടുപോകുക. അതുപോലെ പ്രോഗ്രാംസിനൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നമുക്കിവിടെ സ്റ്റുഡൻസിനും അതുപോലെ വലിയ ആൾക്കാർക്ക് നമ്മൾ ഹോഴ്സ് റൈഡിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം കൊടുക്കാന്ന് പറയും ഹോഴ്സ് റൈഡിങ്ങിന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മൃഗത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കൈകളിൽ ഈ കടിഞ്ഞാൻ നമ്മൾ കൊടുക്കുമ്പോൾ അവരിതിനെ അനുനയിക്കുമ്പോൾ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. അവരാണ് അതിനെ കൈകാര്യം ചെയ്യുക. അപ്പോൾ അവർ തന്നെ വിചാരിക്കും
ഇത്ര പോകുന്നൊരു മൃഗത്തെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അതിലൊരു കോൺഫിഡൻസ് ലെവൽ തോന്നും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ഒരു 5 വയസ്സിന് 5-ാം കോൺഫിഡൻസ് ലെവൽ കൂടും. ഞാൻ പറഞ്ഞില്ലേക്കാ, ഇത്ര വലിയൊരു മൃഗത്തെ നമ്മളാണ് കൈകാര്യം ചെയ്യണത്. അപ്പൊ അവർക്ക് എന്തും നേരിടാനുള്ളൊരു ഇതുണ്ടാവും. ഒരു കുതിരേനെ നമ്മൾ ഒറ്റയടിക്ക് അതിന്റെ യജമാനന് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓണർ അവിടെ ഇല്ലാണ്ട് ട്രെയിനർ ഇല്ലാണ്ട് നമ്മൾ ഓടിച്ചെല്ലരുത്. പെട്ടെന്ന് അത് നല്ല ഒരു സ്വഭാവത്തിലാണോ അതോ ദേഷ്യത്തിലാണോ നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ കുതിരകളെ ഈ ചെവിയുടെ ഒരു പൊസിഷൻ ശ്രദ്ധിക്കാം. അതുപോലെ നമ്മൾ കുതിരേനെ നല്ല ലെങ്തിലുള്ള കയറിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ പരമാവധി എടുത്തേക്ക് പോകാണ്ടിരിക്കാം. അതിന്റെ ഓണർമാരോ ട്രെയിനർമാരോ എല്ലാവരും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പരമാവധി ചെല്ലാൻ നോക്കാം. ഇല്ലെങ്കിൽ അത് അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്രവണത കാട്ടും. പഠിക്കാനുള്ള ആഗ്രഹമുള്ളവരാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് നമ്മുടെ ഒരു ഇത്. ഞാൻ പറഞ്ഞില്ലേക്കാം, ഇത് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തേനായിട്ട് ഇപ്പോൾ കുറെ ഡിഫറൻസ് ഉണ്ട്. ഇത് പഠിക്കാൻ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുക ആൾക്കാർ. ചാവക്കാട് കടലോരം കുതിരസവാരിക്കാരുടെ ഇഷ്ടകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. മനസ്സകങ്ങളിലെ മോഹങ്ങൾ സഫലമാക്കാൻ കുതിരസവാരിയെക്കുറിച്ചുള്ള ബാലപാഠങ്ങളിലൂടെ ഒരു വിദഗ്ധ സവാരിക്കാരാവുക എന്ന ആഗ്രഹ സഫലീകരണത്തിന് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ഓരോ കുതിപ്പും കഴിവിൻ്റെ തെളിവായി തിളങ്ങട്ടെ.